മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് മടുത്ത് കാണും അല്ലേ? എവിടെ പോയാലും മോട്ടിവേഷൻ വീഡിയോ ആണ്. എല്ലാവരും മോട്ടിവേഷൻ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ മോട്ടിവേഷൻ്റെ കുഴപ്പമെന്താ? മോട്ടിവേഷൻ ഒരിക്കലും നിലനിൽക്കുന്നില്ല എന്നാണ് പ്രശ്നം. നമ്മൾ ഈ മോട്ടിവേഷനൊക്കെ ആയിട്ട് ആവേശമായി 2 ദിവസം കൊണ്ട് തീർന്നു പോകും. വീണ്ടും മോട്ടിവേഷൻ വരും, വീണ്ടും കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യം ഓർമ്മിക്കാം, മോട്ടിവേഷൻ അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യണം നമ്മൾ. മോട്ടിവേഷന് പകരം നമ്മുടെ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മോട്ടിവേറ്ററായ ഒരു കാര്യം ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇന്നൊരു മോട്ടിവേഷൻ വീഡിയോ കേട്ടു, ഭയങ്കര ആവേശമായി. ഞാൻ എന്ത് ചെയ്യുന്നു? നാളെ കൃത്യം 4 മണിക്ക് ഉണരുന്നു. അതേപോലെ മറ്റന്നാൾ ഉണരുന്നു. അതേ ദിവസം അടുത്ത ദിവസം തോന്നുന്നു മോട്ടിവേഷൻ തീരുന്നു, ഞാൻ ഉണരാതെ പോകും. വീണ്ടും ഞാൻ മോട്ടിവേഷൻ വീഡിയോ കണ്ടു, ഒരാൾ വീണെടുത്ത് എണീറ്റുള്ള ചരിത്രവും കണ്ടു. വീണ്ടും ആവേശമായി. ഞാൻ പലതും ചെയ്തു, പക്ഷേ നിന്നു പോകും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യണം. എന്താണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, രാവിലെ 4 മണിക്ക് എനിക്ക് എണീക്കാൻ തോന്നുന്നില്ലെങ്കിലും ഞാൻ എണീക്കുന്നു. മനസ്സുകൊണ്ട് എനിക്ക് എണീക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എണീക്കാനുള്ള ആവേശമൊന്നുമില്ല. പക്ഷേ എണീറ്റേ പറ്റൂ എന്നൊരു സ്റ്റാൻഡേർഡ് ഞാൻ സെറ്റ് ചെയ്തു. അതാണ് ഞാൻ എന്നൊരു ബിക്കമിങ്ങിലേക്ക്, ആയിത്തീരലിലേക്ക് ഞാൻ മാറുന്നു. ഒരു പുതിയ എൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഞാൻ മാറുന്നു. ഞാൻ ആയിത്തീരുകയാണ് പുതിയൊരാളായിട്ട്. അവിടെ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ബിഹേവിയറിൽ ഇങ്ങനെയാണ്, എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പെരുമാറുന്നതിൽ ഇങ്ങനെയാണ്, ഞാൻ ആളുകളോട് സംസാരിക്കുന്നതിൽ എങ്ങനെയാണ്, കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ചെയ്യുന്ന ആളാണ്, ഞാനൊരു ചെയ്യുന്ന ആളാണ് എന്ന് സ്വയം ഒരു സ്റ്റാൻഡേർഡ് ഞാൻ തീരുമാനിക്കും. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിനെ ഉയർത്തുന്നു, അടുത്ത ലെവലിലേക്ക് നമ്മൾ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവും. നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയും. അതായത് രാവിലെ എണീക്കുമ്പോൾ ഒരു തർക്കമുണ്ട് അല്ലേ? എന്താ? സ്നൂസ് ബട്ടൺ അമർത്താനുള്ള ടെൻഡൻസി വരും. നമ്മൾ അലാം അടിക്കുന്നു, നമ്മൾ സ്നൂസ് ബട്ടൺ അമർത്തും. ആ സ്നൂസ് ബട്ടൺ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയാണ്, ദിസ് ഇസ് നോട്ട് ദ റിയൽ ഐ. ഇതല്ല റിയൽ ഞാൻ എന്ന് പറയുന്ന ഐഡന്റിറ്റി ഇതല്ല. ഞാനൊരു സക്സസ്ഫുള്ളായ അച്ചീവറായ ഒരു വ്യക്തിയാണ്, അങ്ങനെ നേടിക്കഴിയുന്ന വ്യക്തിയാണ്, ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെരുമാറേണ്ട രീതി ഇങ്ങനെയല്ല. ഞാൻ 4 മണിക്ക് എണീക്കുന്നു ഉറപ്പായിട്ടും. അതൊരു വിൽ പവറിൻ്റെ ഡിസിഷനായിട്ട് മാറും. നമ്മൾ ഉറച്ചൊരു തീരുമാനമായിട്ട് മാറും. ആ തീരുമാനത്തിലേക്ക് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിന് എത്തിക്കണം. അതെല്ലാ തലത്തിലും അങ്ങനെയായിരിക്കും. നമ്മൾ ആയിത്തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ സ്വയം ഉയർത്തുക. അപ്പം പിന്നെ മോട്ടിവേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം മോട്ടിവേഷൻ താൽക്കാലികമാണ്, സ്റ്റാൻഡേർഡ് എപ്പോഴും നിലനിൽക്കുന്നതാണ്, അത് തീർന്നു പോകുന്നില്ല. ഞാനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് അതിലേക്ക് എന്നെ റേസ് ചെയ്യുമ്പോൾ, അതിലേക്ക് എന്നെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ, ആ ലെവലിൽ നിൽക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. അത് മെല്ലെ മെല്ലെ മനസ്സ് പരിശീലിപ്പിക്കപ്പെടുകയാണ്. രാവിലെ എണീറ്റ് നടക്കാൻ പോകണം, ഒരു മൂടുമില്ല, ഓക്കെ, പക്ഷെ റെഡിയാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ. കാരണം അതെൻ്റെ സ്റ്റാൻഡേർഡാണ്. ഞാൻ എൻ്റെ ഹെൽത്തിന് കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡാണ്, ഞാൻ എൻ്റെ മൈൻഡിന് കൊടുത്തിരിക്കുന്ന ഫ്രഷ്നെസ്സിൻ്റെ സ്റ്റാൻഡേർഡാണ്. ഞാൻ ബിഹേവിയർ നടത്തുന്നു. അപ്പം ഞാൻ എന്താണ്? ഒരാളോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് സെറ്റ് ചെയ്യുന്നു. ആ സ്റ്റാൻഡേർഡ് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു, ആ സ്റ്റാൻഡേർഡ് റേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഒരു പ്രോബ്ലത്തെ ഞാൻ നോക്കിക്കാണുന്നു. പലപ്പോഴും പറയും സ്ട്രെസ്സൊക്കെ നമ്മൾ നോക്കിക്കാണുന്നതാ സ്ട്രെസ്. ഞാനൊരു പ്രോബ്ലത്തെ നോക്കിക്കാണുന്നു. ആ നോക്കിക്കാണുന്നതിൽ ഞാനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഒരു റിയാലിറ്റി എഴുതിയിട്ടുണ്ടാകും. നിങ്ങളുടെ ആൾട്ടേർഡ് റിയാലിറ്റി. നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ്? ആ നിങ്ങളെ കൃത്യമായ ഒരു ഐഡന്റിറ്റി എഴുതിയിട്ടുണ്ടാകും. ആ നിങ്ങൾ എന്താണ് എന്ന് സെറ്റ് ചെയ്യുക. അതിലേക്ക് നിങ്ങളെ തോട്ട്സിനെ നിങ്ങൾ മെല്ലെ 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 എന്ത് ചെയ്യുക? റേസ് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് റേസിങ്. നിങ്ങളുടെ ആക്ഷൻസിനെ അതിലേക്ക് റേസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. നിങ്ങൾ ചിന്തിക്കുന്ന രീതികളെ ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ഉയർത്താൻ ശ്രമിക്കുമ്പം നമുക്ക് മോട്ടിവേഷൻ ആവശ്യമില്ല. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് എഴുതിയുണ്ടാക്കുന്ന പുതിയ ആ നമ്മളായിരിക്കും നമ്മൾ. ആ പുതിയ ഞാനാണ് ഞാൻ എൻ്റെ പുതിയ ഒരു ആൾട്ടേർഡ് പേഴ്സൺ ഇതാണ്. ഞാനെന്ന് പറയുന്ന എൻ്റെ പുതിയ പ്രസൻറ്റ് ഇതാണ്. എൻ്റെ ആ പുതിയ പ്രസൻറ്റിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ പ്രസൻറ്റിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ആ പ്രസൻറ്റിലാണ് ഞാൻ ആക്ട് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാൻഡേർഡ് റേസ് ആവും. അങ്ങനെ സ്റ്റാൻഡേർഡ് റേസ് ആയി കഴിയുമ്പോൾ വിജയം തുടങ്ങും. അപ്പോൾ ഇപ്പം തന്നെ പേപ്പർ എടുത്ത് നമുക്കൊരു പുതിയ റിയാലിറ്റി എഴുതി ഉണ്ടാക്കാം. നാളെ മുതൽ മോട്ടിവേഷൻ അല്ല, സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയെടുക്കാം. മോട്ടിവേഷൻ താൽക്കാലികമാണ്, സ്റ്റാൻഡേർഡ് സ്ഥിരമാണ്.